അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയിൽ ഒരു 12 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മക്കളുടെ മരണവാർത്ത കേട്ടിട്ട് തന്നെ നമ്മളൊക്കെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലുമായി മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. എൻ്റെ പൊന്നുപോലത്തെ മക്കളെ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ ശകാരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങൾക്കൊരു അബദ്ധവും പറ്റരുതേ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മക്കളെ. അതുകൊണ്ടാണ് മക്കളെ, നിങ്ങൾ എവിടെ കളിക്കാൻ പോകുമ്പോഴും മാതാപിതാക്കൾ നിങ്ങളെ എതിർക്കുന്നത്. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോടുള്ള ആ കരുതൽ കൊണ്ടാണ്. ഇതുപോലുള്ള അപകടങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് മാതാപിതാക്കൾ നിങ്ങളോട് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. ആ ഉമ്മയുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും? പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയതാ, പിന്നെ ആ മോൻ തിരിച്ചു വരുന്നത് വെള്ള തുണിയിൽ പൊതിഞ്ഞ ശരീരവുമായി. എങ്ങനെ സഹിക്കാനാ? പടച്ചറബ്ബ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. മലപ്പുറം എടവണ്ണ കുണ്ടത്തോട് ചാലിയാർ പുഴയിലാണ് ഈ ഒരു 12 വയസ്സുകാരൻ മുങ്ങി മരണപ്പെട്ടു പോയത്. എരിഞ്ഞിക്കോട് കുണ്ടത്തോട് സ്വദേശി തിലക്കാട് ജാഫർ എന്ന കൊട്ടമ്പാറ ബാപ്പൂട്ടിയുടെ മകൻ ഷാമിലാണ് ഇതുപോലെ മുങ്ങി മരണപ്പെട്ടു പോയത്. 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. കൂട്ടുകാരുമായി ചാലിയാർ പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു. കുളിക്കുന്നതിനിടയിൽ ഷാമിൽ ചുഴിയിൽ പെടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഷാമിലിനെ കണ്ടെത്തുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തിരിച്ചു കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവിടെ കൂടി നിന്നവരുടെയൊക്കെ. ആ പുഴയിൽ നിന്നും ഷാമിലിനെ വാരിക്കോരിയെടുത്തതും ചുറ്റുമുള്ളവരൊക്കെ തലയിൽ കൈവച്ച് കരയുകയായിരുന്നു. ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമായിരുന്നു. അത് വെറും വിശ്വാസമായി മാറിക്കൊണ്ടിരുന്നു. ആ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെട്ടെന്നൊന്നും ഇത് വീട്ടുകാരെ അറിയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവസാനം മെല്ലെ ആ വീട്ടിൽ വിവരം അറിയുകയും ചെയ്തു. അതുവരെ മോൻ ചികിത്സയിലായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആ കുടുംബത്തിൽ. ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ആ മോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. കുണ്ടത്തോട് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷാമിൽ ഇന്ന് ഈ ലോകത്തില്ല. ഉറ്റവരെയും ഉടയവരെയും വിട്ട് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നല്ലൊരു മാസമാണ്. നമ്മുടെയൊക്കെ ദുആ പടച്ചറബ് തീർച്ചയായും കേൾക്കും. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബ്ബെ, ഷാമിൽ എന്ന പൊന്നുമോന് നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണം റബ്ബെ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ചറബ്ബെ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബെ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ, ചെറിയ മക്കളാണ് റബ്ബെ, അപകടത്തിലും അബദ്ധത്തിലും വന്ന് പെടാം റബ്ബെ. നീ തന്നെ അവരെ കാക്കണേ റബ്ബെ, നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബെ. പടച്ചറബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ എല്ലാ മുസീബത്തിൽ നിന്നും നീ കാക്കണേ റബ്ബെ. മാരകമായ രോഗത്തിൽ നിന്നും നീ കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. ആ പൊന്നു മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ, നാളെ സ്വർഗത്തിൽ ആ ഉമ്മയെയും മക്കളെയും നീ ഒരുമിപ്പിച്ച് കൊടുക്കണേ റബ്ബെ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ചറബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.